രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ വൻ പ്രതിഷേധമുയർത്തി. എത്രയോ ജീവൻ പോയി, ഇനിയും ജീവൻ പോവോന്നറിയാം. എന്തുകൊണ്ട് ഇവർ ഈ മഴയും കാറ്റ് വന്നപ്പോ ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇട്ടില്ല? ഇത്രയും നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലും കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. 14 മണിക്കൂർ പിന്നിട്ടിട്ടും തെരച്ചിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അസിസ്റ്റന്റ് ഹാർബർ എഞ്ചിനീയറും സമ്മതിക്കുന്നു. മുന്നറിയിപ്പുകളിലും മുന്നൊരുക്കങ്ങളിലും പാളി. അതിതീവ്ര മഴ പെയ്തിറങ്ങിയ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ്. ദുരന്തങ്ങൾ മുൻപും നേരിട്ടിട്ടുള്ള മലയോര മേഖലകളിൽ പോലും മുന്നറിയിപ്പിനനുസരിച്ചുള്ള ജാഗ്രത ഉണ്ടായില്ല. തുടർച്ചയായി മഴ പെയ്തിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനോ വേണ്ട മുൻകരുതലെടുക്കാനോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ.